ഈ ചിക്കനെ നല്ലൊരു ചിക്കൻ കറി ആക്കിയാലോ? ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ലൊരു നാടൻ ചിക്കൻ കറി എങ്ങനെയാണ് എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടാൽ മാത്രമേ ഈസിയായ ഈ ടേസ്റ്റി ചിക്കൻ കറി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് മനസ്സിലാകൂ. അതോടൊപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് കൂടെ ചെയ്യൂ. ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. കറി പീസസായി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇത് കടയിൽ നിന്ന് മേടിച്ച ചിക്കൻ മസാല പൗഡറാണ്. ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ മസാല പൗഡറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ അതോ ചേർത്ത് ഇതുപോലെ ഇളക്കി ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഒരു മുഴുവൻ വെളുത്തുള്ളിയും ഒരു വലിയ ഇഞ്ചിയും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തു. 3 വലിയ സവാളയും ചീകി അരിഞ്ഞെടുക്കുന്നു. 2 തക്കാളിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയും മുറിച്ച് വയ്ക്കുന്നു. ഇനി ചെറിയ തേങ്ങാ കൊത്തുകളായി അരിഞ്ഞെടുക്കുക. 2 പച്ചമുളകും ചെറുതായി അരിയുക. ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പാത്രം ചീനച്ചട്ടിയോ വലിയ ഉരുളിയോ എന്തുമാകാം, അത് അടുപ്പിൽ വെച്ച് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാ കൊത്തിട്ട് ഇളം ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ടത് കോരി മാറ്റിയ ശേഷം ആ എണ്ണയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിച്ചെടുക്കുക. അതൊരു ഇളം ബ്രൗൺ ആയി അതിൻ്റെ ആ പച്ച മണം മാറുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവനായി ചേർക്കുക. സവാള വഴലാൻ പാകത്തിന് വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർക്കുന്നു. പിന്നീട് കറിക്ക് വേണ്ട ഉപ്പ് കുറച്ച് കഴിഞ്ഞ് പൊടികളുടെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കും. സവാള വളരെ സോഫ്റ്റ് ആവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വഴറ്റുക. അത് കഴിഞ്ഞ് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കയും 1-2 പച്ചമുളകും 2-3 തണ്ട് കറിവേപ്പിലയും ഇട്ട് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റുക. കുറച്ച് സമയം കഴിഞ്ഞ് അതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയ ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 മുതൽ 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവനുസരിച്ച് കശ്മീരി ചില്ലി വേണമെങ്കിലും ഉപയോഗിക്കാം. അതും ഇട്ടിളക്കിയ ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി ആ പൊടികൾ കൂടി വഴറ്റിയെടുക്കുന്നു. അരമണിക്കൂർ മസാല തേച്ച് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി അത് വേവാൻ പാകത്തിന് ഒരല്പം വെള്ളം മാത്രം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ വെള്ളം ചേർക്കാത്തത്. അതോടൊപ്പം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തുകൂടി ചേർത്ത് വേണം അടച്ചു വയ്ക്കാൻ. ചിക്കൻ ഇളക്കാൻ സൗകര്യം കുറവായതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി. ഏതായാലും അടച്ചു വെച്ച് ചിക്കൻ വേവിച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാൻ മറക്കരുത്. ഇടയ്ക്കിതുപോലെ തുറന്നിളക്കുമ്പോൾ ഉപ്പും എരിവും ഒക്കെ പാകമാണോ എന്നൊന്ന് പരിശോധിക്കാൻ മറക്കരുത്. പോരെങ്കിൽ ആവശ്യത്തിന് ചേർക്കുക. ചിക്കൻ നന്നായി വേവുന്നു. അതിൽ നിന്ന് വെള്ളവും ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം വറ്റാനുണ്ട്. ഇനി ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഇളക്കുന്നുണ്ട്. എക്സ്ട്രാ ഗരം മസാല ഞാനിവിടെ ചേർക്കുന്നില്ല. കാരണം ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ചിക്കൻ മസാല യൂസ് ചെയ്തിരുന്നു. അതിൽ ഗരം മസാലകളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തെ കുക്കിങ്ങിനൊക്കെ ഒടുവിൽ ചിക്കൻ കറി റെഡിയാണ്. ചിക്കൻ കറിയുടെ ഗ്രേവി നിങ്ങൾക്ക് കൂടുതലായി വേണമെങ്കിൽ ഈ ഒരു പരുവത്തിന് തന്നെ വാങ്ങാവുന്നതാണ്. ഞാൻ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. എനിക്ക് അത്ര ഗ്രേവിയോട് താല്പര്യമില്ലാത്തതുകൊണ്ട്. തയ്യാറാക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഈ ചിക്കൻ കറി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യും. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ബൈ.